സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും പൊതുസമൂഹവും വിദ്യാർത്ഥി ലോകവും അത് ആര് നടത്തുന്ന അക്രമമായാലും അതിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ അളവ് വരെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അതല്ലാതെ അതിനൊക്കെ നമ്മുടെ രാജ്യ സ്വാതന്ത്ര്യ സമര ചരിത്രം മുതൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല, മറിച്ച് കോളേജുകളിലെ രാഷ്ട്രീയ കളിയാണ് നിരോധിക്കേണ്ടതെന്ന കോടതിയുടെ നിരീക്ഷണം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അത് നിങ്ങളും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം കോടതികളിൽ എത്തുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ലോ ടോക്സിൽ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. നമസ്കാരം സർ. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ച് അവസാനമായിട്ട് കോടതിയിൽ വന്ന നിരീക്ഷണം അത് താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. തീർച്ചയായിട്ടും. അപ്പം എന്താണ് അതിനെപ്പറ്റി സാറിന്റെ പ്രതികരണം? അല്ല, വിദ്യാർത്ഥി രാഷ്ട്രീയം നമ്മുടെ ഒരു പൊതുധാരണ എന്ന് പറഞ്ഞാൽ കോളേജുകളിലോ അല്ലെങ്കിൽ ക്യാമ്പസുകളിലെ യഥാർത്ഥ പ്രശ്നം വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന രീതിയിലാണ് ഇപ്പോൾ പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണോ യഥാർത്ഥ പ്രശ്നം നമ്മുടെ ക്യാമ്പസുകളിൽ? നമ്മൾ പരിശോധിച്ച് നോക്കൂ. അതായത് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ആട്ടിപ്പായിച്ചുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് പൂച്ചുവിലങ്ങൾ ഇട്ടുകൊണ്ട് അതിന് പകരം അവിടെ വരുന്നത് ആരാണ്? മയക്കുമരുന്ന് സംഘങ്ങളും അരാഷ്ട്രീയവാദികളും അല്ലെങ്കിൽ നമ്മുടെ സമൂഹമായിട്ട് യാതൊരു വിധമായ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം പടിയിറങ്ങുമ്പോൾ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. അപ്പോൾ അത് കാണാതെയുള്ള നിരീക്ഷണങ്ങളാണ് പലപ്പോഴും നീതിന്യായ പീഠങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഇങ്ങനെ പൊതുമണ്ഡലങ്ങളിൽ നിന്നുമൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെ ഉണ്ടാവുന്നത്. അത് വളരെ നിരാശാജനകമാണ്. കാരണം നമുക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ അല്ല നമ്മൾ എതിർക്കേണ്ടത്, അക്രമ രാഷ്ട്രീയത്തെയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ക്യാമ്പസുകളിൽ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ അക്രമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, അതിനെയാണ് ഇല്ലാതാക്കേണ്ടത്. അല്ലാതെ വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം, അല്ലെങ്കിൽ കേരളം നേരിടുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിദ്യാർത്ഥി രാഷ്ട്രീയമാണെന്ന ആ ഒരു വായ്ത്താഴയോട് ഒരിക്കലും യോജിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഈ ക്യാമ്പസുകളിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പോലീസുകാർക്ക് ഇടപെടാനുള്ളൊരു പരിമിതിയുണ്ട്. അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അല്ല, പോലീസുകാർക്ക് ക്രമസമാധാന പ്രശ്നം എവിടെ ഉണ്ടായാലും ഇടപെടുന്നതിന് യാതൊരു വിധമായ പരിമിതിയില്ല. അപ്പോൾ പലപ്പോഴും പക്ഷേ പോലീസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധികാരികളുടെ അല്ലെങ്കിൽ അനുമതിയോടുകൂടി മാത്രമേ പ്രവേശിക്കാറുള്ളൂ. പക്ഷേ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോളേജിലാവട്ടെ പൊതുസ്ഥലങ്ങളിലാവട്ടെ ഏത് മേഖലയിലായാലും ഇടപെടാൻ പോലീസിന് അധികാരമുണ്ട്. പോലീസ് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു എലിയെ പേടിച്ച് ഇല്ല മൊത്തത്തിൽ ചുട്ടു കഴിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ അല്ല നമ്മൾ എതിർക്കേണ്ടത്, കാരണം അക്രമ രാഷ്ട്രീയത്തെയാണ്. നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ കേരളത്തിൽ വലിയ സംഭാവനകൾ നൽകിയ എല്ലാ മഹാരഥന്മാരെയും അല്ലെ രാഷ്ട്രീയ നേതാക്കന്മാരെയും കലാകാരന്മാരെയും എല്ലാം സൃഷ്ടിച്ചത് ഈ ക്യാമ്പസുകളാണ്. ഈ ക്യാമ്പസുകളുടെ സർഗാത്മകതയാണ്. ആ ക്യാമ്പസുകളുടെ സർഗാത്മകതയെ നിലനിർത്തുവാനും സർഗാത്മകതയെ നിർമ്മിച്ചെടുക്കുവാനും സർഗാത്മകതയെ രൂപപ്പെടുത്തുന്നതിലും വിദ്യാർത്ഥി രാഷ്ട്രീയം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അത് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അവരവരുടേതായിട്ടുള്ള പങ്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യത്തിൽ വഹിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം അല്ലെങ്കിൽ ഇപ്പം ക്യാമ്പസുകളിൽ നടക്കുന്ന നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനകൾ, അപ്പൊ അതിനൊരു പരിധിവരെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ചെറുക്കാനോ അല്ലെങ്കിൽ തടയാനോ സാധിക്കുമോ? അല്ല, ക്യാമ്പസുകളിലുള്ള ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് അതിന്റെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ആ അക്രമികളെ മുന്നോട്ട് കൊണ്ടുവരികയും അല്ലെങ്കിൽ അക്രമത്തെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും ആ അക്രമത്തിന്റെ മുമ്പിലെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരികയും പൊതുസമൂഹവും വിദ്യാർത്ഥി ലോകവും അത് ആര് നടത്തുന്ന അക്രമമായാലും അതിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ അളവ് വരെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അതല്ലാതെ ഇപ്പം ഏതെങ്കിലും ഓരോ ആളുകൾ അക്രമം കാണിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം വിദ്യാർത്ഥി സംഘടനകളും ചില കാര്യങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയത്തിന് അതീതമായി മതപരമായ ചിന്താഗതിയോടുകൂടി തന്നെ അതല്ലെങ്കിൽ മറ്റ് ലക്ഷ്യങ്ങളോടുകൂടി തന്നെ വിഭാഗീയതയ്ക്ക് വേണ്ടി പല വിദ്യാർത്ഥി സംഘടനകളുടെ മേലങ്കിയും ഒക്കെ അണിഞ്ഞുകൊണ്ട് ക്യാമ്പസുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്തരക്കാരെ ഒറ്റപ്പെടുത്തുവാനും അക്രമ രാഷ്ട്രീയത്തെ ഒറ്റപ്പെടുത്തുവാനും കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും തീരുമാനിച്ചാൽ ഈ പ്രശ്നം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കും. അതല്ലാതെ വിദ്യാർത്ഥികൾ സംഘടിക്കുന്നതാണ് അല്ലെ വിദ്യാർത്ഥികൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതാണ് അല്ലെ കാരണം നമ്മുടെ കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് അവകാശങ്ങൾ ഇന്നും വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അവകാശങ്ങളൊക്കെ തന്നെ നേടിത്തന്നത് വിദ്യാർത്ഥി സംഘടനകളുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാണ്, നിരന്തരമായിട്ടുള്ള സമരങ്ങൾ കൊണ്ടാണ്, നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടി വലിയ രീതിയിലുള്ള ഒരു ചരിത്രമാണ് നമ്മുടെ കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയും നമ്മൾ കേരള രാഷ്ട്രീയ ചരിത്രം പഠിക്കുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചരിത്രം പഠിക്കാതെ ആർക്കും കടന്നു പോകാൻ സാധിക്കത്തില്ല.
ഇപ്പൊ ഒരുപക്ഷെ കോടതി വിധി വന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം എന്നായിരുന്നുവെങ്കിൽ, അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ക്യാമ്പസുകൾക്ക് ഗുണമായിരിക്കും അതോ ദോഷമായിട്ടായിരിക്കും മാറുക? അല്ലെ, കോടതികൾ ഞാൻ പറഞ്ഞല്ലോ, വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നതാണ് ഈ പറയുന്ന രീതിയിൽ അസോസിയേഷൻ രൂപീകരിക്കാനും അല്ലെങ്കിൽ സംഘടനകൾ രൂപീകരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ തന്നെ. അപ്പോൾ അതിനൊക്കെ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര ചരിത്രം മുതൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ കാരണം വിദ്യാർത്ഥി സംഘടനകളിലൂടെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതൽ വിദ്യാർത്ഥികളും യുവാക്കളും എത്തിച്ചേർന്നത്. അപ്പം അവിടെ നിങ്ങൾ ഇങ്ങോട്ട് പരിശോധിക്കുന്ന സമയത്ത്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മളൊരു പൊതുബോധം സൃഷ്ടിക്കുകയാണ് മനഃപൂർവ്വമായി. എന്താണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ക്യാമ്പസുകളിലെ പ്രശ്നങ്ങൾ എന്താണ് വിദ്യാർത്ഥി സംഘടനകൾ സൃഷ്ടിക്കുന്നതാണ് എന്നുള്ള ഒരു പൊതുബോധം നമ്മൾ മനസ്സിലാക്കണം. എത്ര കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ട്, എത്ര പ്രൊഫഷണൽ കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ട്, എത്ര മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഈ പറയുന്ന. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിലൊക്കെ തന്നെ പുറത്തു വരുന്ന വാർത്തകൾ എന്താണ്, അരാഷ്ട്രീയത്തിന്റെ പേരിൽ, റാഗിങ്ങിന്റെ പേരിൽ, മയക്കുമരുന്നിന്റെ പേരിൽ എത്രയെത്ര സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, എത്രയെത്ര ആളുകൾ വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്നു, എത്രയെത്ര വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്നു, എത്രയെത്ര വിദ്യാർത്ഥികളുടെ പഠനം, നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ കാര്യമൊക്കെ നമുക്കറിയാം. അവരുടെയൊക്കെ പഠനം പകുതി വഴിയിൽ അപേക്ഷിച്ചുകൊണ്ട് അവർ നാട്ടിലേക്ക് വരുന്ന എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ ഒരു പർവ്വതീകരിക്കുകയല്ല വേണ്ടത്. ആ പ്രശ്നത്തെ അതെന്താണെന്ന് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച് അതിന് ഉത്തരവാദികൾ ആരാണ്, അല്ലെ ആരാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നത്, ആരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അവരെ സമൂഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും ഇപ്പൊ വിദ്യാർത്ഥി രാഷ്ട്രീയം കോടതികളിലേക്ക് എത്തുന്നില്ല, അതിനെന്തെങ്കിലും പ്രത്യേകതരം താല്പര്യം കൊണ്ടായിരിക്കും അത് കോടതിയിലേക്ക് എത്തുന്നത്? അല്ല, കോടതികൾ എന്ന് പറയുന്ന നമ്മുടെ ജനാധിപത്യത്തിൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറയുന്നത് അവിഭാജ്യമായ ഘടകമാണ്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കോടതിയിലേക്ക് വരാൻ സ്വാഭാവികമാണ്. കോടതി ആ കാര്യത്തിൽ നിരീക്ഷിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ മനസ്സിലല്ലോ, നമ്മൾ ഇതിനെല്ലാം ഉപരിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പൊതുധാരണ നമ്മൾ അതിനെ മാറ്റിയെടുത്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കോടതികളിലായാലും സർക്കാരുകളൊക്കെ തന്നെ, ഈ പറയുന്ന സർക്കാരുകൾ ഇപ്പം ഭരിക്കുന്ന മുന്നണിയായാലും ഇതിനു മുമ്പ് ഭരിക്കുന്ന മുന്നണികളായാലും ഇവരുടെ എല്ലാം രാഷ്ട്രീയ നേതാക്കന്മാർ ഒറിജിൻ ചെയ്തേക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ്. അല്ലെങ്കിൽ ഓരോരോ കലാലയങ്ങളുടെ സംഭാവനകളാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ ആയാലും വലതുപക്ഷത്തെ ആയാലും മറ്റു പക്ഷങ്ങളിലൊക്കെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും. അപ്പോൾ അവരെല്ലാവരും കുഴപ്പക്കാരാണ്, അല്ലെങ്കിൽ അവരെല്ലാമാണ് പ്രശ്നക്കാരാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് അത് ആര് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാത്ത കോളേജുകൾ അല്ലെങ്കിൽ ക്യാമ്പസുകൾ ഉണ്ടെന്ന് സാർ തന്നെ നേരത്തെ പറഞ്ഞു. അപ്പൊ അവിടെ നടക്കുന്ന സംഘർഷങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു കാരണം അതെന്തായിരിക്കും? അല്ല, അവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്ഥിതി, അതായത് നമ്മുടെ സമൂഹം ഇന്ന് ഈ പറയുന്ന വലിയ രീതിയിൽ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സമൂഹം വളരെ വലിയ രീതിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയം, നമ്മളെ വിദ്യാർത്ഥികൾ ഇന്ന് രാഷ്ട്രീയത്തോടുള്ള വിരക്തി, അല്ലെങ്കിൽ ഈ പറയുന്ന അരാഷ്ട്രീയത ചിന്താഗതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു വളർച്ച പ്രാപിച്ചതോടുകൂടി ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള മതമൗലിക ശക്തികളും അതോടൊപ്പം തന്നെ ലഹരി മാഫിയകളും അങ്ങനെയുള്ള പിന്തിരിപ്പ് ശക്തികളൊക്കെ തന്നെ കേരളത്തിന്റെ പല കലാലയങ്ങളിലും ഈ പറയുന്ന പ്രൊഫഷണൽ കോളേജുകളിൽ ഉൾപ്പെടെ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അവിടെ നിന്നെല്ലാം നമ്മൾ അതിൻ്റെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതുപോലെ പല മേഖലകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ആട്ടിപ്പായിക്കുമ്പോൾ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ തുടച്ചു നീക്കുമ്പോൾ അവിടെ പകരമായി വരുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള അരാഷ്ട്രീയവാദ സംഘടനകളാണ്. അപ്പോൾ ഇവർ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിലാണ് സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളറിയാം, നമ്മുടെ കലാലയങ്ങളിൽ എത്രയെത്ര മയക്കുമരുന്ന് കേസുകളാണ് പെടുന്നത്. ഓരോ ദിവസവും നമ്മൾ ലഹരി കേസുകളൊക്കെ പരിശോധിക്കുമ്പോൾ പല കലാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. പക്ഷെ നമുക്കറിയാം, നേരത്തെ നമ്മുടെ കേരളത്തിന്റെ ഒരു ചരിത്രമുണ്ട്. കാരണം കേരളത്തിലെ കലാലയങ്ങളെ ഇത്തരത്തിലുള്ള തിന്മ നിറഞ്ഞ ശക്തികളിൽ നിന്നെല്ലാം എല്ലാ കാലത്തും മാറ്റി നിർത്തിക്കൊണ്ടിരുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയമോ അല്ലെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശക്തമായ ഇടപെടലുകൾ കൊണ്ടാണ്. ഇപ്പോൾ പക്ഷേ അത് കാര്യമായി നടക്കുന്നില്ല. ഈ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ പല വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ പോകുന്ന സംഘടനകൾ ചില കോളേജുകളിൽ, എല്ലായിടത്തും അല്ലെങ്കിലും ചില പ്രത്യേകിച്ച് എയ്ഡഡ് കോളേജുകളിൽ അതിന്റെ അഭാവം ശരിക്കും എടുത്ത് കാണുന്നുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് സാർ നോക്കി കാണുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, അതിന് ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, വിദ്യാർത്ഥികളുടെ അവകാശമാണ്, നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് റൈറ്റ് ടു അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അത് നേടിയെടുക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മാനേജ്മെന്റുകളുടെയും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകളെ ആട്ടിപ്പായിക്കാൻ മാനേജ്മെന്റുകൾ എന്തിനാണ് ഇത്ര മുൻവിധിയോടുകൂടി ചെയ്യുന്നത്? വ്യക്തമാണ്. കാരണം അവരുടെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ഇഷ്ടമുള്ള തലവരിപ്പണം മേടിക്കാനായിട്ടാണ്, അവർക്ക് ഇഷ്ടമുള്ള കോഴപ്പണം മേടിക്കാനായിട്ടാണ്, അവരുടെ തീരുമാനങ്ങൾ വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരും ചോദ്യം ചെയ്യരുത്, ഞങ്ങൾ എന്തും ചെയ്യും, ആ ഒരു മനോഭാവം എന്തായാലും നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുകയില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ നിരന്തരമായിട്ടുള്ള പഠിപ്പ് മുടക്കുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരിക്കലും വിദ്യാർത്ഥികൾക്ക് ബാധ്യതയാവുന്നതും ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും
പല സംഘടനകളുടെയും ഒക്കെ സമരങ്ങളൊക്കെ അതിരു കടന്നുകൊണ്ട് അധ്യാപകരെ ഈ പറഞ്ഞ പോലെ ക്രൂശിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ക്രൂശിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്ന തരത്തിലൊക്കെ എത്താറുണ്ട്. അപ്പൊ അതിനെയൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണുകയും ഇനി അതാണ് ഇനി കേരളത്തിൽ മൊത്തം പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. കാരണം നമ്മൾ കേരളത്തിലെ കലാലയങ്ങളെ, ക്യാമ്പസുകളൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അൺഎയ്ഡഡ് കോളേജുകളായാലും എയ്ഡഡ് കോളേജുകളിലായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് വിളിക്കപ്പെടുന്ന പുതിയ കോളേജുകളിലായാലും ഒക്കെ തന്നെ വളരെ പരിമിതമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ തോതെന്ന് പറയുന്നത്. പരമ്പരാഗത ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ലോ കോളേജുകളിലും ഒക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടെങ്കിലും പ്രൊഫഷണൽ കോളേജുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം വളരെ ശോകമാണ്. അപ്പൊ അതിന് പകരമായിട്ട് അവിടെ വരുന്ന ഗ്യാങ്ങുകള്, അസോസിയേഷൻസ്, അല്ലെങ്കിൽ അരാഷ്ട്രീയ സംഘടനകള്, ലഹരി മാഫിയകള്, ഇവരൊക്കെ തന്നെയാണ് പല കോളേജുകളെയും ഇന്ന് നിയന്ത്രിക്കുന്നത്. അപ്പൊ അവരെയാണ് എന്ത് ചെയ്യേണ്ടത്? സർക്കാർ അടിയന്തരമായിട്ട് എന്ത് ചെയ്യേണ്ടത്? ഈ കോളേജുകളിൽ നിന്ന് പുറത്താക്കേണ്ടത്. അതല്ലാതെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ പുറത്താക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം തീരുമെന്ന് പറയുന്നത് ഒരു മൂഢസ്വർഗത്തിൽ നിന്നുള്ള ഒരു ഇതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ച് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകിയത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. നന്ദി സർ. താങ്ക് യു.